നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നടന്ന ED റെയ്ഡ്, അതിനുശേഷമുണ്ടായ സംഘർഷം, ഇതെല്ലാം വലിയ വാർത്തയായിരുന്നു. ആ സംഘർഷത്തിൽ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ അവർ റെയ്ഡ് പൂർത്തിയാക്കി പുറത്തേക്ക് പോകുമ്പോൾ CPM പ്രവർത്തകർ ആക്രമിച്ച് തകർത്തിരുന്നു. ഡ്രൈവർക്കും ED ഉദ്യോഗസ്ഥർക്കും അടക്കം പരിക്കേറ്റിരുന്നു. വാഹനത്തിൻ്റെ ചില്ലുകളടക്കം അടിച്ച് തകർത്താണ് ഇന്നലെ CPM പ്രവർത്തകർ രോഷം പ്രകടിപ്പിച്ചത്. എന്നാൽ വാഹനങ്ങൾ തകർത്ത ആ ഒരു രീതിയോട്, അല്ലെങ്കിൽ വാഹനങ്ങൾ തകർത്തതിൽ ഇപ്പോൾ CPM മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. CPM നേതാവും രാജ്യസഭാ MP-യുമായ A റഹീമാണ് വാഹനങ്ങൾ തകർത്തതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടിക്ക് ഈ വാഹനങ്ങൾ തകർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ല. പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ ഉപജീവന മാർഗമാണ് വാഹനങ്ങൾ തകർത്തതിലൂടെ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ, ഈ EDക്കെതിരായിട്ടുള്ള ഒരു സമരം, അത് വാഹനങ്ങൾ തകർത്തതിൽ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. സംസ്ഥാനത്തെ നേതാക്കന്മാർ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറുമായി സംസാരിച്ചു കഴിഞ്ഞുവെന്നും അവർക്ക് ആവശ്യമായ 3 വാഹനങ്ങളും തകർത്തിരുന്നു. ഈ 3 വാഹനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യമായ സഹായം അത് നൽകാൻ പാർട്ടിക്ക് ധാർമ്മികതയുണ്ടെന്നും പാർട്ടി അത് നൽകുമെന്നുമാണ് ഇപ്പോൾ A റഹീം അറിയിച്ചിരിക്കുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എപ്പോഴും ബുദ്ധി ഉണ്ടാകാൻ, അല്ലെങ്കിൽ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ബോധ്യം വരാൻ അല്പസമയം എടുക്കാറുണ്ട്. ഇന്നലെ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ, ആ വാഹനങ്ങൾ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചത് അതിലാണ് എങ്കിൽ പോലും അത് ടാക്സി വാഹനങ്ങളായിരുന്നുവെന്നും അതിനൊരു ഉടമസ്ഥനും തൊഴിലാളിയും ഒക്കെ ഉണ്ടാകുമെന്നും അവർക്കായിരിക്കാം ഇത് ദോഷകരമായി ബാധിക്കുകയെന്നും ചിന്തിക്കാനുള്ള ഒരു സാവകാശം അത് CPM അണികൾക്ക് കിട്ടിയിരുന്നില്ല. നേതാക്കന്മാർ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്രമത്തിന് ആഹ്വാനം നൽകുകയായിരുന്നു. അങ്ങനെ അക്രമികൾ കയറി മേയുകയായിരുന്നു. നേരത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വാഹനമടക്കം ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള ശ്രമം നടന്നിരുന്നു. പിന്നീട് ആരിഫ് മുഹമ്മദ് ഖാൻ കാറിന് പുറത്തിറങ്ങി വെല്ലുവിളിച്ചതോടുകൂടി അന്ന് സഖാക്കൾ ഓടിപ്പോയതാണ്. ഇന്നിപ്പോൾ EDക്കെതിരായിട്ടുള്ള ഈ സമരത്തിനിടെ വാഹനങ്ങൾ അതിരൂക്ഷമായി തന്നെ, അതിദാരുണമായി തന്നെ ഈ CPM പ്രവർത്തകർ തകർത്തെറിഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള അക്രമവും കലാപവും നടത്താനായി SDPIയുടെ വരെ സഹായം CPM തേടിയിരുന്നു എന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ വാഹനങ്ങൾ തകർത്തതിനെതിരെ ഇപ്പോൾ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് CPM നേതാവ് A റഹീം. ഇന്നലെ ഏതാണ്ട് രാവിലെ 8:30യോടുകൂടിയാണ് 12 കേന്ദ്രങ്ങളിൽ ഒരേ സമയം ED റെയ്ഡ് നടത്തിയത്. മാസപ്പടി കേസിലാണ് EDയുടെ പരിശോധന. സത്യത്തിൽ 2024 മാർച്ച് മാസത്തിലാണ് മാസപ്പടി കേസിൽ ED അന്വേഷണം ആരംഭിക്കുന്നത്. അപ്പോഴാണ് ECIR ED രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് തൊട്ടു പിന്നാലെ നടക്കേണ്ടിയിരുന്ന റെയ്ഡാണത്. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാൽ ഈ റെയ്ഡ് മാറ്റിവെക്കാനുള്ള സമ്മർദ്ദം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരം ഹർജികൾ നൽകുക വഴി, കോടതികളിൽ ഹർജികൾ നൽകുക വഴി ED അന്വേഷണത്തെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. എക്സാലോജിക്കും CMRLും കേരള ഹൈക്കോടതിയിലും ദില്ലി ഹൈക്കോടതിയിലും ഒക്കെ നിരന്തരം ഹർജികൾ നൽകിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ റെയ്ഡ് ഇത്രയധികം നീണ്ടുപോയത്. കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് EDക്ക് ഈ അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന ഒരു വിധി EDക്ക് അനുകൂലമായി കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അതിനുശേഷം ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് 12 കേന്ദ്രങ്ങളിൽ വളരെ വ്യക്തമായ ഹോംവർക്ക് ചെയ്തുകൊണ്ട് ED ഈ ഒരു അന്വേഷണം നടത്തുന്നത്, ഇങ്ങനെ ഒരു പരിശോധന നടത്തുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകൾ, അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയും പിണറായി വിജയൻ്റെ മരുമകനുമായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടെ വസതി എന്നിവയടക്കം CMRLും അതുപോലെ തന്നെ വീണാ വിജയനും പിണറായി വിജയനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട 12ഓളം കേന്ദ്രങ്ങളിലാണ് ഇന്നലെ EDയുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പരിശോധന നടന്നത്. അതായത് CMRL എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ മാസപ്പടിയായി ഈ എക്സാലോജിക് എന്ന് പറയുന്ന വീണാ വിജയൻ്റെ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായിട്ടുള്ള വീണാ വിജയൻ്റെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തി. കമ്പനി അക്കൗണ്ടിൽ മാത്രമല്ല, വീണാ വിജയൻ്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കും കോടികൾ എത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തൽ നേരത്തെ നടത്തിയിരുന്നു. ഈ കേസിൽ SFIOയുടെ അന്വേഷണം നടത്തി വരികയാണ്. SFIO ആണ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകൾ ശേഖരിച്ചത്. ആദ്യം ഈ കേസ് എത്തുന്നത് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിലാണ്. ആ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിലാണ് അതീവ ഗുരുതരമായ കണ്ടെത്തലുള്ളത്. അതായത് ഇങ്ങനെ ഒരു പേയ്മെൻറ്റ് അത് CMRL രേഖപ്പെടുത്തിയിട്ടുണ്ട്, അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അതൊരു ചെലവല്ല, സത്യത്തിൽ
സത്യത്തിൽ അത് കൈക്കൂലിയാണ് എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള കൈമാറ്റമാണ്. കാരണം ഇങ്ങനെയുള്ള കോടിക്കണക്കിന് രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയെങ്കിലും അതിന് സമാനമായ സർവീസുകളൊന്നും തന്നെ എക്സാലോജിക്ക് ചെയ്തില്ല എന്ന ഒരു കണ്ടെത്തലാണ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് നടത്തിയത്. ഇതിൻ്റെ അന്വേഷണമാണ് SFIO പിന്നീട് ഏറ്റെടുത്തത്. ഇതൊരു സീരിയസ് ഫ്രോഡ് ട്രാൻസാക്ഷൻ ആണ് എന്നവർ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇതിലെ കള്ളപ്പണത്തിൻ്റെ അംശം അത് കണ്ടെത്താൻ ED വരുന്നത്. അങ്ങനെയാണ് EDയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്. EDയെ ഈ കേസിലെ കുറ്റവാളികളെല്ലാം അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെല്ലാം ഭയപ്പെടുകയാണ്. കാരണം പിണറായി വിജയൻ്റെ ഈ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലേക്ക് പോയ 2 കോടി രൂപ മാത്രമല്ല, മറ്റ് നിരവധി കോടിക്കണക്കിന് രൂപ പലരുടെയും അക്കൗണ്ടുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടെത്താനുള്ള ഏക മാർഗമാണ് അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടെത്താനുള്ള നീക്കമാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. ED ഈ ഒരു കേസ് അല്ലെങ്കിൽ ഇതിൽ കള്ളപ്പണത്തിൻ്റെ അംശമുണ്ട് എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ സമാനമായ സ്വത്ത് പ്രതികളുടെ ഭാഗത്തു നിന്നും പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ കണ്ടുകെട്ടാനുള്ള അധികാരം EDക്കുണ്ട്. അതുകൊണ്ടാണ് പ്രതികളെല്ലാം EDയെ ഭയപ്പെടാൻ കാരണം. EDയുടെ അന്വേഷണത്തെ എങ്ങനെയും തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങൾ അവർ ഈ കഴിഞ്ഞ 2 വർഷവും നടത്തിയത്. ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്രയും നാൾ ഈ പരിശോധന നീട്ടിവയ്ക്കപ്പെട്ടത്. എന്നാൽ അധികാരം നഷ്ടപ്പെട്ട ഉടനെ പിണറായി വിജയൻ അധികാരം നഷ്ടപ്പെട്ട ഉടനെ തന്നെ ED ഒരു റെയ്ഡുമായി മുന്നോട്ട് പോവുകയായിരുന്നു. നിർണായകമായ വിവരങ്ങളാണ് പിടിച്ചെടുത്തത് എന്നാണ് ED നൽകുന്ന വിവരങ്ങൾ. അതായത് ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം റെയ്ഡ് നടത്തിയെങ്കിലും ഒന്നും കിട്ടിയില്ല എന്ന് മഹസർ എഴുതി ED കൊടുത്തു. അതാണ് കഴിഞ്ഞ ദിവസം CPM നേതാക്കന്മാർ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല. ഇത്തരത്തിൽ കൃത്യമായ നിർണായകമായ രേഖകൾ, അതോടൊപ്പം തന്നെ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ ഇതെല്ലാം തന്നെ ശേഖരിച്ചിട്ടുണ്ടെന്നും ഇത് ഡിജിറ്റൽ ഉപകരണങ്ങൾ അതായത് വീണയുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നുമാണ് ഇപ്പോൾ ED എടുത്തിരിക്കുന്ന നിലപാട്. കഴിഞ്ഞ ദിവസം ED സംഘം ആക്രമിക്കപ്പെട്ടതോടുകൂടി ഈ കേസ് നിലപാട് കടുപ്പിക്കാനാണ് ED ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ആക്രമണം സംബന്ധിക്കുന്ന റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ നിരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കേന്ദ്രം നടപടി കടുപ്പിക്കുന്ന സാഹചര്യത്തിലാണ് CPM കാർ തകർത്തതിനെതിരെ മാപ്പപേക്ഷയുമായി രംഗത്ത് വന്നിരിക്കുന്നത്.